Hello friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ഓൺലൈൻ വഴി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായി നമുക്ക് ആദ്യം നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ള ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ക്ലിക്ക് ചെയ്തിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാം. ഒന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നെയിമും കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. മറ്റൊന്ന് നമ്മുടെ വോട്ടർ ID കാർഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ മാത്രം ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മുടെ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. അതിന് താഴെയായിട്ട് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പർ ക്യാപ്ച അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ കാർഡ് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ കാർഡിൻ്റെ നമ്പറൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ സെർച്ച് ചെയ്യാം. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ നെയിം ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. നമുക്കിവിടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് തൊട്ടടുത്ത് കാണുന്ന കോളത്തിൽ ഫാദേഴ്സ് നെയിം കൊടുക്കാം. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അതിന് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത് കാണുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ വയസ്സ് സെലക്ട് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്യാം. പിന്നീട് മെയിൽ ഫീമെയിൽ എന്നുള്ളതിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. വയസ്സ് ഇതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കോളത്തിൽ നിന്ന് നമ്മുടെ ഏജ് മാത്രം സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതിനേറ്റവും താഴെയായിട്ട് നമ്മുടെ നിയോജക മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ കോഡ് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയിമിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഈ ഡിസ്ട്രിക്റ്റിൽ ആരൊക്കെ ഉണ്ട് വെച്ചാൽ അവരെല്ലാവരുടെ നെയിമും ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിന്നും നമ്മുടെ നെയിമും നമ്മുടെ ഫാദേഴ്സ് നെയിമും കറക്റ്റ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് നമ്മുടെ തിരിച്ചറിയൽ കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് നമ്മുടെ കാർഡിൻ്റെ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കാർഡിൻ്റെ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ ഇവിടെ നിന്നും ലഭിക്കും. അതുപോലെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ്റെ ഡേറ്റ് നമുക്ക് ഇവിടുന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ നമ്മുടെ പോളിംഗ് ബൂത്ത് ഏതാണെന്നുള്ളതെല്ലാം ഈ ലിസ്റ്റിലുണ്ടാവും. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഇതുപോലെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റിൽ പേരുണ്ടോയെന്നോ നമ്മുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ പോർട്ടലിൽ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് നൗഷാദ്.